ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് നോക്കുന്നത്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ടോപ്പിക്കാണിത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. എ ഗ്രാഫ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. നമ്മൾ യൂലറിലും യൂണിക്കേഴ്സലിലും ഒക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ യൂലർ ലൈനുള്ള ഗ്രാഫിനെയാണ് യൂലർ ഗ്രാഫ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് നോക്കാം. എ സർക്യൂട്ട് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ട്രാവേഴ്സസ് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് എക്സാക്ട്ലി വൺസ്. നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട രണ്ട് ഐഡിയാസ് ഉണ്ട്. യൂലറിനകത്ത് എന്താ നമ്മൾ പഠിച്ചത്? ഒരു ക്ലോസ്ഡ് വാക്ക് എല്ലാ എഡ്ജസിനെയും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുവാണെങ്കിൽ എല്ലാ എഡ്ജസിനെയും, എല്ലാ എന്നുള്ള വാക്കിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നമ്മളതിനെ യൂലർ ലൈൻ എന്ന് പറയും. അതുപോലെയാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ ആ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സിനെയും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയാം. എ സർക്യൂട്ട് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ട്രാവേഴ്സസ് ഓൾ ഇറ്റ്സ് വേർട്ടിസസ് എക്സാക്ട്ലി വൺസ്. എല്ലാ വേർട്ടെക്സിനെയും ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുമ്പോൾ, സർക്യൂട്ട് എന്താണെന്നറിയാമല്ലോ, ബിഗിൻ ചെയ്ത് എൻഡ് ചെയ്യുന്നതും സെയിം ആയിട്ടുള്ള വേർട്ടെക്സിലായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ ആ സർക്യൂട്ട് എങ്ങനെയായിരിക്കണം? ആ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സിനും എക്സാക്ട്ലി കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണെന്ന് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുള്ള ഗ്രാഫിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹാമിൽട്ടോണിയൻ പാത്ത്? അപ്പോൾ ഈ സെയിം ഇത് തന്നെ എന്തിൽ പറഞ്ഞാൽ മതി? പാത്തിൽ പറഞ്ഞാൽ മതി. എ പാത്ത് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ട്രാവേഴ്സസ് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് എക്സാക്ട്ലി വൺസ്. ഒരു പാത്ത് എടുക്കുമ്പോൾ ആ പാത്തിൽ ആ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സും എക്സാക്ട്ലി വൺസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയാം. അപ്പം യൂലർ ആകുമ്പോൾ എല്ലാ എഡ്ജസും, ഹാമിൽട്ടോണിയൻ ആകുമ്പം എല്ലാ വേർട്ടിസസും. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് എടുത്തേക്കുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ്. ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ്. ഈ ഗ്രാഫിനകത്ത് ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ്. ഈ ഗ്രാഫിനകത്തുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ് ഈ ഒരെണ്ണം വരച്ചേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എത്ര വേർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ? 1 2 3 4 5 6 7 8 വേർട്ടെക്സ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8 വേർട്ടെക്സും വരുന്നില്ലേ? 1 2 3 4 5 6 7 8. ഇതിപ്പോൾ നമുക്കെന്ന് പറയാം ഇതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. കാര്യം ഇവിടെ തുടങ്ങി നമ്മൾ ഇവിടെ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു സർക്യൂട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്, അവിടുത്തെ എല്ലാ വേർട്ടെക്സിനെയും കവർ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇതെന്താണ്? ഒരു ഹാമിൽട്ടോണിയൻ പാത്താണ്. കാരണം എന്താ? പാത്ത് എന്ന് പറയുമ്പം ക്ലോസ്ഡ് ആവാൻ പാടില്ല. ഓപ്പൺ വാക്കിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ വേർട്ടെക്സും ഉണ്ട്. ഇവിടെയും 1 2 3 4 5 6 7 8 എല്ലാ വേർട്ടെക്സും ഉണ്ട് എക്സാക്ട്ലി വൺസ്. പക്ഷേ നമുക്കെന്താണ്? ഒരു ഓപ്പൺ വാക്കാണ്, പാത്താണ്. അപ്പോൾ ഒരു പാത്തിനകത്ത് എല്ലാ വേർട്ടെക്സും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുകയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ പാത്തെന്നും അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്നും പറയാം. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം ഗ്രാഫ് തന്നെ അടുത്ത വേറെ കുറേ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് വരച്ചേക്കും ഉണ്ടോ. നമ്മൾ മുമ്പേ ശരിക്കും നമ്മുടെ പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഉണ്ടോ, ഇങ്ങനെയായിരുന്നു. ഇതിനകത്തുള്ള വേറൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ് ഈ വരച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം 1 2 3 4 5 6 7 8 എക്സാക്ട്ലി വൺസ് ആണ് വന്നേക്കുന്നത്. ഇവിടെയും 1 2 3 4 5 6 7 8 ഇവിടെയും 1 2 3 4 5 6 7 8 ഇവിടെയും കണ്ടു. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ എൻഡ് ചെയ്യും. ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് കണ്ടോ ഇങ്ങനെ എൻഡ് ചെയ്യും. ഇവിടെ വേണമെങ്കിൽ ഇവിടെ വന്ന് തുടങ്ങിയാണെങ്കിൽ കണ്ടു ഇങ്ങനെ എൻഡ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ എൻഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒറിജിനൽ ഫിഗർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഒറിജിനൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഫിഗർ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഫിഗർ. ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് വരയ്ക്കാനായിട്ട്
പറ്റി. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? എ സർക്യൂട്ട് ദാറ്റ് കവേഴ്സ് ഓൾ ദ വേർട്ടെക്സസ് ഓഫ് എ ഗ്രാഫ് എക്സാക്ട്ലി വൺസ്. അതിനെയാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുള്ള ഗ്രാഫിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയാം. ഇനി ഒരു കണ്ടീഷൻസ് പറഞ്ഞേക്കാണ്. ഹാമിൽട്ടോണിയൻ പാത്തിൽ എഡ്ജസും വേർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എഡ്ജസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിപ്പോവും? ആ പാത്ത് അതങ്ങ് വാക്കായിപ്പോവും അല്ലേ? ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ സർക്യൂട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ എഡ്ജസും വേർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ വേർട്ടെക്സും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വേർട്ടെക്സും അവിടെ കാണണം. മേ ഡ്രോപ്പ് ഔട്ട് സം ഓഫ് ദ എഡ്ജസ് കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ വേർട്ടെക്സ് എല്ലാം കാണണം. വിൽ എക്സാക്ട്ലി കണ്ടെയ്ൻസ് n-1 എഡ്ജസ്. n-1 എഡ്ജസ് ആയിരിക്കും ഒരു ഹാമിൽട്ടോണിയൻ പാത്തിലുണ്ടാവുക. ഹെൻസ് ലെങ്ത് ഓഫ് ദ ഹാമിൽട്ടോണിയൻ പാത്ത് ഈസ് ഓൾവേസ് n-1. ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് എടുത്താൽ അതിൻ്റെ ലെങ്ത് എപ്പോഴും എത്ര വേർട്ടെക്സ് ഉണ്ടോ അതേ -1 ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കേണ്ട പോയിൻറ്റ്സ് ആണ്. ഇതേപോലെ തന്നെയാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ. അവിടെ എഡ്ജസും വേർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം വേർട്ടെക്സിലായിരിക്കണം. എല്ലാ വേർട്ടെക്സും കാണണം. എല്ലാ എഡ്ജസ് കാണണം നിർബന്ധമൊന്നുമില്ല. കാര്യം വേർട്ടെക്സ് എല്ലാം വന്നാൽ മതി. എക്സാക്ട്ലി n എഡ്ജസിനുണ്ടാവും. ലെങ്ത് ഓഫ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എപ്പോഴും n ആയിരിക്കും. അപ്പോൾ അത് ഓർത്തോളുക. ലെങ്ത് ഓഫ് എ ഹാമിൽട്ടോണിയൻ പാത്ത് n-1ഉം ലെങ്ത് ഓഫ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എപ്പോഴും n ആയിരിക്കും. ഓക്കെ, നമ്മൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു എഡ്ജ് എടുത്ത് കളഞ്ഞാൽ നമുക്കൊരു ഹാമിൽട്ടോണിയൻ പാത്ത് കിട്ടും. നിങ്ങൾക്കത് ആദ്യത്തെ ഈ പടത്തിൽ നിന്ന് മനസ്സിലായി കാണും. ഇത് കണ്ടോ, ഇതൊരു ഹാമിൽട്ടോണിയൻ, ഇതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. ഇവിടുത്തെ ഈ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഹാമിൽട്ടോണിയൻ പാത്ത് കിട്ടി. അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ നിന്ന് ഒരു എഡ്ജ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് കിട്ടും. ഓക്കെ, ഓർത്തോളം ലെങ്ത് ഓഫ് എ ഹാമിൽട്ടോണിയൻ പാത്ത് ഈസ് n-1 ആൻഡ് ദ ലെങ്ത് ഓഫ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഈസ് ഓൾവേസ് n. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പഠിച്ചൊരു സമ്മറി പറയുകയാണ്. നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. ഹൗ ഡു വി നോ ഇഫ് എ ഗ്രാഫ് ഈസ് യൂലർ? ഒരു ഗ്രാഫ് യൂലർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, യൂലർ ലൈൻ ഒന്നും കിട്ടുമെന്ന് നോക്കണ്ട. എന്ത് നോക്കിയാൽ മതി? ഓൾ വേർട്ടിസസ് വിൽ ബി ഓഫ് ഈവൻ ഡിഗ്രി. എല്ലാ വേർട്ടെക്സിനും ഈവൻ ഡിഗ്രി ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? യൂലർ ആയിരിക്കും. ഹൗ ഡു വി നോ ഇഫ് എ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ? ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? No conditions found yet whereby we can identify if a graph is Hamiltonian or not. However, we can assure that all complete graph with 3 or more vertices are Hamiltonian. സി, നമ്മൾ യൂലർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഒരു ഗ്രാഫ് വന്നിട്ട് യൂലർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി കണ്ടുപിടിക്കുക. അത് ഈവൻ കിട്ടിയാൽ അത് യൂലറാണ്. നേരെ മറിച്ചൊരു ഒരു ഗ്രാഫ് വന്നിട്ട് അത് ഹാമിൽട്ടോണിയൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് മെത്തേഡ്സ് ഒന്നുമില്ല. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതുപോലെ ഏതെങ്കിലും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഉണ്ടെങ്കിൽ എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്, അല്ലെങ്കിൽ അല്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു കണ്ടീഷൻ വരുന്ന ഗ്രാഫുകൾ എപ്പോഴും എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അതാണ് ഓൾ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 3 or more വെർട്ടിസസ്. 3 അതിൽ കൂടുതൽ വെർട്ടിസസ് വരുന്ന കംപ്ലീറ്റ് ഗ്രാഫ്. എന്താ കംപ്ലീറ്റ് ഗ്രാഫ്? എല്ലാ വെർട്ടെക്സിൽ നിന്നും മറ്റ് വെർട്ടെക്സിലോട്ട് എന്ത് കാണും? എഡ്ജസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദർ മസ്റ്റ് ബി ആൻ എഡ്ജ് ഫ്രം എവറി പെയർ ഓഫ് വെർട്ടെക്സ്. അതിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം 3 അതിൽ കൂടുതൽ വെർട്ടെക്സോ വരുന്ന കംപ്ലീറ്റ് ഗ്രാഫിൽ തീർച്ചയായും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടാവും. അതെപ്പോഴും ഹാമിൽട്ടോണിയൻ ഗ്രാഫും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ്? ഇവിടെ ഞാൻ പറഞ്ഞു, എ സിമ്പിൾ ഗ്രാഫ് ഇൻ വിച്ച് ദർ എക്സിസ്റ്റ് ആൻ എഡ്ജ് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ്. എല്ലാ പെയർ ഓഫ് വെർട്ടെക്സും തമ്മിലും എഡ്ജസ് ഉണ്ട് എങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, സിൻസ് എവരി വെർട്ടെക്സ് ഈസ് ജോയിൻഡ് വിത്ത് എവരി അതർ വെർട്ടെക്സ് ത്രൂ 1 edge, the degree of every vertex is n-1 in a completed graph G with n vertices. അതായത് ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി n-1ഉം ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് n×n-1/2 ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, നമ്മൾ എന്താ ഇവിടെ പറഞ്ഞേ? ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നാണ് പറഞ്ഞത്? ഡിഗ്രി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? n-1 ആയിരിക്കും. അതുപോലെ തന്നെ വേറെ എന്താ പറഞ്ഞത്? എഡ്ജസ് എന്ന് പറഞ്ഞാൽ n×n-1/2 ആയിരിക്കും എന്ന്. ഓക്കെ, നമുക്കിത് നോക്കാം. ഇത് പോട്ടെ, ഇത് നോക്കാം. ഇവിടെ എത്ര വെർട്ടെക്സ് ഉണ്ട്? 3 വെർട്ടെക്സ് ആണ് ഉള്ളത്. ഇവിടെ ഈ ഗ്രാഫിൽ 3 വെർട്ടെക്സ് ആണ്. ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഈ വെർട്ടെക്സ് ഇങ്ങോട്ടും ഉണ്ട്, ഈ വെർട്ടെക്സ് ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങോട്ടും ഉണ്ട്, ഇവിടെ ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വെർട്ടെക്സിന് 1 എന്നും 2 എന്നും 3 എന്നും കൊടുക്കുന്നു. 1ൻ്റെ ഡിഗ്രി എത്ര? 2. 1ൻ്റെ ഡിഗ്രി എന്താ? 2 എന്ന് പറഞ്ഞ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്ര? 2.
3 എന്ന് പറയുന്ന ഡിഗ്രിയുടെ വെർട്ടെക്സ് എത്ര? 2. ദാറ്റ് ഈസ് n-1 അല്ലേ. n എത്രയായിരുന്നു? നമ്പർ ഓഫ് വെർട്ടെക്സ് എത്രയായിരുന്നു ഇവിടെ? 3. 3 - 1 2. ഇതന്നെ കിട്ടിയില്ലേ? അപ്പം കംപ്ലീറ്റ് ഗ്രാഫിൽ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടെക്സ് -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതെടുത്ത് നോക്കിയേ. ഇവിടെ നമ്പർ ഓഫ് വെർട്ടെക്സ് എത്രയാണ്? 2 ആണ്. ഇവിടെ നമ്പർ ഓഫ് വെർട്ടെക്സ് എത്രയാണ്? 2. ഇത് 1 എന്നും 2 എന്നും കൊടുത്തു വെർട്ടെക്സിൻ്റെ പേര്. 1 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? 1 അല്ലേ. ഇവിടെയും 1 അല്ലേ. ദറ്റ് മീൻസ് n-1 2 - 1 1 1. ഓക്കെ, അപ്പോൾ അതെപ്പോഴും അങ്ങനെയായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇതുണ്ട്, ഇതിനകത്ത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്ര? ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് n × n-1/2 എന്നല്ലേ പറഞ്ഞത്. ഇവിടെ n എത്രയാ? 3 അല്ലേ. 3 വെർട്ടെക്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 3 × 3 - 1 എത്രയാ? 2/2. 2 ും 2 ക്യാൻസൽ ആവും. 3 എഡ്ജസ് ഇവിടെ കണ്ടോ? 1 2 3 3 എഡ്ജസ് അല്ലേ കിട്ടിയത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് ഇരിക്കണം. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഗ്രാഫിലെ എന്താണ് ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്ന് പറഞ്ഞാൽ n-1 ആണ്. വേർ n ഈസ് ദ നമ്പർ ഓഫ് വെർട്ടെക്സ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് n × n-1/2. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി ഇത് വളരെ വളരെ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻ്റാണ്. നിങ്ങളതങ്ങ് ബൈ ഹേർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് n vertices, the maximum number of Hamiltonian circuit possible is n-1 �factorial/2. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വളരെ ട്രിക്കി ആയിട്ടാണ് ചിലപ്പം ചോദിക്കാറുള്ളത്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് ഇപ്പോൾ പഠിച്ചല്ലോ. n വെർട്ടെക്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ എത്ര മാക്സിമം നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉത്തരം n-1 �factorial/2. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ദ മാക്സിമം നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് പോസിബിൾ ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് n വെർട്ടെക്സ് ഈസ് n-1 �factorial/2. ഇനി നേരെ മറിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ n-ൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ n-1/2ഉം n-ൻ്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ n-2/2. വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കഴിഞ്ഞ വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്ന് എടുത്ത് ചോദിച്ചു. ചിലപ്പോൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്ന് എടുത്ത് ചോദിക്കത്തില്ല. എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ അവിടെ n-ൻ്റെ വാല്യൂ അവർ തരും. അത് ഓഡ് ആണെങ്കിൽ n-1/2 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സും ഈവൻ ആണെങ്കിൽ n-2/2. നേരെ മറിച്ച് വെറുതെ ചോദിക്കുക ദ മാക്സിമം നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് പോസിബിൾ ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n-1 �factorial/2. അല്ലാതെ എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്താണെന്ന് അറിയാമല്ലോ. 2 ഗ്രാഫ് എടുക്കുമ്പോൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ കോമൺ ആയിട്ട് ഒരു എഡ്ജ് വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ 2 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എടുക്കുമ്പോൾ അത് രണ്ടിനകത്ത് എഡ്ജ് കോമൺ ആയിട്ട് വരാത്തതിനെയാണ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ല എങ്കിൽ മേളിൽ പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫിൻ്റെ ഓരോരോ പ്രോബ്ലംസും ഓരോരോ മൊഡ്യൂളിലാണ് നിങ്ങൾക്കത് അതിൻ്റെ റീസൺസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കോണിങ്സ്ബർഗ് നമ്മൾ യൂലർ വെച്ച് പറഞ്ഞു. ഇനി അടുത്തെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം. എന്തായിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം? നമ്മളവിടെ പറഞ്ഞത് ഒരു 9 മെമ്പേഴ്സ് ഒരു ക്ലബ്ബിൽ ഒത്തുകൂടുന്നു. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരുടെ എയിമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവരുടെ അടുത്ത് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാർ ഓരോ ദിവസവും മാറി മാറി വരണം. അങ്ങനെ 9 പേർക്ക് എത്ര ദിവസം അപ്പുറം ഇപ്പുറം സെയിം ആയിട്ട് വരാത്ത രീതിയിൽ എത്ര ദിവസം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അതായത് അവിടെ എന്താണ് ആൾക്കാരെന്ന് പറഞ്ഞാൽ വേർട്ടെക്സ്, അവരിയ്ക്കുന്ന ആ ഒരു തമ്മിലുള്ള ജോയിനിങ്ങിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എത്ര രീതിയിൽ അവർ സർക്യൂട്ട് ഫോം ചെയ്യാം എന്നാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, ദിസ് പ്രോബ്ലം ഈസ് ഇക്വലൻ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ്. എഡ്ജ് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സർക്യൂട്ട്സ് അല്ലേ നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ അവിടെ 9 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 9 വേർട്ടെക്സ്. അവർ തമ്മിൽ ഫോർ എക്സാമ്പിൾ ആദ്യം 1 എന്ന് പറയുന്ന മെമ്പറുടെ അടുത്തിരുന്നത് 2ഉം 3ഉം ആണ്. അപ്പം അവിടെ ഏതൊക്കെ എഡ്ജ്? 1 2ഉം 1 3ഉം. അപ്പോൾ 1 2 എന്ന് പറയുന്നത് ഒരു എഡ്ജല്ലേ, 1 3 എന്ന് പറയുന്നത് വേറൊരു എഡ്ജല്ലേ. അപ്പം ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഹാമിൽട്ടോണിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം നമ്മൾ എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്? എഡ്ജ് ഡിസ്ജോയിൻറ്റഡ് എത്ര ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫോം ചെയ്യാൻ പറ്റുമോ അതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് വേണമെന്ന് വെച്ചാൽ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? n-ൻ്റെത് വാല്യൂ ഓഡാണോ ഈവനാണോ നോക്കും.
നമ്മുടെ ക്വസ്റ്റിന് അന്ന് 9 മെമ്പേഴ്സ് അല്ലായിരുന്നു. 9 ഓടാണോ ഈവൻ ആണോ? ഓഡ്. അപ്പോൾ എത്ര? n-1/2. എൻ്റെ വാല്യൂ 9. 9 - 1/2 8/2 എത്രയാണ്? 4. 4 പോസിബിൾ വേസിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. 4 ഡേയ്സിൽ ആ അറേഞ്ച്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. ഓക്കെ, അതിലൂടെ പറഞ്ഞേക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വട്ടവും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡയറാക്സ് തിയറം. A sufficient condition for a simple graph G with n vertex to have a Hamiltonian circuit is that the degree of every vertex in G be at least n/2 for n greater than or equal to 3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വഴിയൊന്നുമില്ല. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അവിടെ അത് ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ് എന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഡയറാക്സ് തിയറം എന്ന് വെച്ചാൽ ശരിക്കും അതൊരു തിയറം അല്ല, അതൊരു കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ ആവാം. ഓക്കെ, അങ്ങനെ പറയുന്നുള്ളൂ. ഇതൊരു കണ്ടീഷനാണ്. ഇതൊരു ഡയറാക്സ് തിയറം എന്നുള്ള പേരാണെങ്കിലും ഇതെന്താണ്? ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. 2 കണ്ടീഷൻ ഒരു ഗ്രാഫ് സാറ്റിസ്ഫൈ ആണെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാതിരുന്ന ആ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ അല്ല. ഇതൊരു കണ്ടീഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ടൊന്ന് പറയാം. ഇവിടെ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുന്ന ഗ്രാഫുകൾ. അതെന്താ? n എന്ന് വെച്ചാൽ എന്താ? വെർട്ടെക്സ്. വെർട്ടെക്സ് 3 അതിൽ കൂടുതലോ ഉള്ള ഗ്രാഫുകളായിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ആ ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ശ്രദ്ധിക്കുക. ആ ഗരാഫിലെ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി മിനിമം n/2 എങ്കിലും കാണണം. n/2 എന്ന് വെച്ചാൽ എന്താ? വെർട്ടെക്സിൻ്റെ എണ്ണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഗ്രാഫ് എടുക്കുന്നു, 4 വെർട്ടെക്സ് ഉള്ളൊരു ഗ്രാഫ് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ആണ്. കാര്യം എന്താ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടെക്സ്. ഞാൻ ഇപ്പോൾ എത്ര എടുത്തത്? 4. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണല്ലോ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആ ഗ്രാഫിൽ 4 വെർട്ടെക്സ് ഉണ്ടല്ലോ, 4 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഞാൻ കണ്ടുപിടിക്കും. ആ ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ ആ ഡിഗ്രി മിനിമം എത്രയെങ്കിലും വേണം? ഓരോ ഡിഗ്രിയും മിനിമം എത്രയെങ്കിലും വേണം? n/2. ഞാൻ എൻ്റെ വെർട്ടെക്സിൻ്റെ എണ്ണം 4 അല്ലേ, അപ്പോൾ 4/2 2. ഓരോ ഡിഗ്രിയുടെയും ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി മിനിമം എത്രയെങ്കിലും വേണം? 2 എങ്കിലും വേണം. ഇതിനാണ് നമ്മൾ ഡയറാക്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു കുറച്ച് പ്രോബ്ലംസ് ഞാനിപ്പം ഇവിടെ കാണിക്കാം. അപ്പോൾ അത് ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ ഇവിടെ ഞാൻ മേളിൽ അതിൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ, ഇതൊരു ഗ്രാഫാണ്. ഞാനിവിടെ എഴുതാം. ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതായിരിക്കുന്നു. ഞാനിതിനെ A എന്നും B എന്നും C എന്നും ഇവിടെ D എന്നും ഇത് C എന്നും കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണോ അല്ലയോ എന്ന് ഡയറാക്സ് തിയറം വെച്ച് പ്രൂവ് ചെയ്യാൻ പോകും നമ്മൾ. ഫസ്റ്റ് കണ്ടീഷൻ നോക്കുന്നത് നമ്മൾ എന്തായിരിക്കണം? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്ര? 1 2 3 4 4 വെർട്ടെക്സ്. അപ്പോൾ n 3യെക്കാട്ടിലും കൂടുതലാണല്ലോ. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ ആയോ? ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2. അതായത് അറ്റ്ലീസ്റ്റ് n/2 എങ്കിലും വേണം. എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഇവിടെ ഈ ഗ്രാഫ് താണ്ടി ഇങ്ങനെ ഇരുന്നത്. എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു? 4/2. അപ്പോൾ 2. അപ്പം ഡിഗ്രി എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്ര വേണം? 2 വേണം കിട്ടാൻ. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇവിടെ ഇത് A ആണ്, ഇത് B ആണ്. എയുടെ ഡിഗ്രി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 1 കിട്ടി. ഇവിടെ 1 അല്ലേ ഉള്ളൂ. ബിയുടെ ഡിഗ്രിയോ? 3. സിയുടെ ഡിഗ്രി 2. ഡിയുടെ ഡിഗ്രി 2. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഗ്രി എത്ര വേണം? മിനിമം n/2 എങ്കിലും വേണം. എന്നിൻ്റെ വാല്യൂ 4/2 2 എങ്കിലും വേണം. പക്ഷേ ഇവിടെ മിനിമം ഡിഗ്രി എത്ര വന്നത്? 1 ആ വന്നത്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തല്ല? ഹാമിൽട്ടോണിയൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പടം നോക്കിക്കേ. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കിനും എത്ര വേർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? അപ്പം 5 വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ 5/2 ആകുമ്പം 2.5 അല്ലേ?
2.5 എന്ന് പറയുമ്പോൾ നമ്മൾ 2 എടുത്താൽ മതി. ലോവർ ബൗണ്ടേ നമ്മളെപ്പോഴും എടുക്കത്തുള്ളൂ 2. അപ്പോൾ നമുക്ക് മിനിമം ഡിഗ്രി എത്ര വരണം? 2 വരണം. നിങ്ങളിവിടെ നോക്കിക്കേ, എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി നോക്കിക്കേ, ഉണ്ടോ? എയുടെ ഡിഗ്രി 3, ബി 3, സി 4, ഡി 4, ഇ 2. മിനിമം നമുക്ക് ഡിഗ്രി എത്രയായിരുന്നു വരേണ്ടത്? 5/2, 2.5, 2 അങ്ങനെ മിനിമം വരേണ്ടത്. ലോവർ ബൗണ്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫ് എന്താണ്? ഈ ഫിഗറിൽ കാണുന്ന ഈ ഗ്രാഫ് എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്. നിങ്ങൾ അടുത്ത് നോക്കുക, അടുത്തത് നമുക്കതുപോലെ കിട്ടത്തില്ല. അപ്പോൾ അത് ഹാമിൽട്ടോണിയൻ അല്ല. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ കണ്ടീഷൻ നോക്കിയാൽ മതി. ഇനി ഇവിടെ വരുന്നൊരു ആപ്ലിക്കേഷനാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. എനിക്ക് തോന്നുന്നു ഡേറ്റാ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു പ്രോബ്ലം. ഓക്കെ, ഇത് നമുക്കൊരു റിയൽ ലൈഫ് പ്രോബ്ലമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എ സെയിൽസ്മാൻ ഈസ് റിക്വയർഡ് ടു വിസിറ്റ് എ നമ്പർ ഓഫ് സിറ്റീസ് ഡ്യൂറിങ് എ ട്രിപ്പ്. Given the distance between cities, in what order should he travel so as to visit every city exactly once and return at the starting point with minimum distance traveled? ഒന്നുമില്ല, ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ, അയാൾ സഞ്ചരിക്കുന്ന ഒരു സെയിൽസ്മാൻ. അയാൾ ഒരു സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കുറേ സിറ്റീസ് കവർ ചെയ്ത് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അയാൾക്ക് തിരിച്ച് അയാൾ പോയ സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ചെത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ്മാൻ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. അയാൾക്ക് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, ഇടുക്കി ഒക്കെ പോയിട്ട് തിരിച്ചെവിടെ വരണം? കൊല്ലത്ത് വരണം. അപ്പം നമുക്കിതിനെ നമ്മുടെ റിയൽ ലൈഫോട്ടൊന്ന് കൺവേർട്ട് ചെയ്യാം. ഇത് റിയൽ ലൈഫ് പ്രോബ്ലം ഉണ്ട്, നമ്മൾ ഗ്രാഫിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂരിനെയൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സിറ്റീസാണ്, അതിനെയൊക്കെ എന്തായിട്ട് എടുക്കാം? വേർട്ടെക്സ് ആയിട്ട് എടുക്കാം. കണ്ടോ സിറ്റി 1, സിറ്റി 2, സിറ്റി 3, സിറ്റി 4. ഇതിനിടയ്ക്കുള്ള റോഡ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ് എന്ന് പറയാം. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എഡ്ജസ് ആയിട്ട് എടുക്കാം. കണ്ടോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊല്ലത്ത് നിന്ന് തുടങ്ങിയ അയാൾക്ക് വേണമെങ്കിൽ ആദ്യം തിരുവനന്തപുരത്ത് പോയിട്ട് പത്തനംതിട്ടയ്ക്ക് പോയിട്ട് അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ പോവാം. പക്ഷേ എയിം എന്തായിരിക്കണം? നമ്മളായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എയിം? ആദ്യമേ അങ്ങ് കണ്ണൂർ പോയിട്ട് പിന്നെ അങ്ങ് തിരുവനന്തപുരത്ത് വന്നിട്ട് പിന്നെ വീണ്ടും ഇടുക്കിക്ക് പോയിട്ട് അങ്ങനെ അത് ആണോ? അല്ല. അപ്പം മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്ത് വേണം അദ്ദേഹം എന്ത് ചെയ്യാൻ? തിരിച്ച് വരാനായിട്ട്. അപ്പോൾ അതാണ് എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. മിനിമം കോസ്റ്റിൽ ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തെ ഗ്രാഫിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിറ്റീസിനെ എല്ലാം എന്തെന്നെടുക്കാം? വേർട്ടെക്സ് എന്നെടുക്കാം. പിന്നെ നമുക്ക് എന്തെടുക്കാം? ഈ എഡ്ജസ് എന്ന് പറയുന്നത് റോഡിനെ നമുക്ക്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ നമുക്ക് എഡ്ജസ് ആയിട്ട് എടുക്കാം. കണ്ടോ, ഇപ്പം ഉണ്ടോ, സിറ്റി 1, സിറ്റി 2, സിറ്റി 3, സിറ്റി 4. സിറ്റി 1ഉം 3ഉം തമ്മിൽ 8 കിലോമീറ്റർ, സിറ്റി 1ഉം 2ഉം തമ്മിൽ 6, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്ട് സിറ്റീസിനെ നമ്മൾ വേർട്ടെക്സ് ആയിട്ടും റോഡ്സിനെ നമ്മൾ അത് വെയ്റ്റഡ് എഡ്ജസ് ആയിട്ടും കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടോ, ചുമ്മാ സിറ്റി എന്നുള്ളത് മാറ്റി 1, 2, 3, 4 എന്നാക്കി. അപ്പോൾ നമുക്ക് 4 വേർട്ടെക്സ് ഉണ്ട്, 1, 2, 3, 4, 5, 6 എഡ്ജസും ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ, അപ്പോൾ നമ്മളിതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പോകുന്ന? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് വെച്ച് നമുക്ക് എത്ര ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം എത്ര ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള n-1 ഫാക്ടോറിയൽ ബൈ 2. അപ്പോൾ ഇവിടുത്തെ കേസിൽ എത്രയാണ്? n എത്രയാണ്? 4. അപ്പോൾ 4-1 ഫാക്ടോറിയൽ ബൈ 2. 4-1 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ? 6/2 എത്രയാണ്? 3. ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാമത് 4-1 ഫാക്ടോറിയൽ ബൈ 2. 4-1 3 ഫാക്ടോറിയൽ ബൈ 2. 3 ഫാക്ടോറിയൽ എങ്ങനെയാണ് എടുക്കുന്നത്? 3 × 2 × 1/2. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആൻസർ എത്ര വരും? 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആണ് കിട്ടുന്നത്. അതാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 3 എണ്ണം നമുക്ക് കിട്ടും. അതായത് തുടങ്ങുന്നിടത്ത് തന്നെ എൻഡ് ചെയ്തുണ്ട്. 4 എണ്ണം ഉണ്ട്. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സിൽ ഒരേ ഒരു കണ്ടീഷൻ എന്താണ്? എല്ലാ വേർട്ടെക്സും കവർ ചെയ്യണം. ഉണ്ട്, ഇവിടെ 1, 2, 3, 4 4 എണ്ണം ഉണ്ട്. ഇവിടെയും 4 വെർട്ടെക്സ് കവർ ചെയ്യുന്നു, ഇവിടെയും 4 വെർട്ടെക്സ് കവർ ചെയ്യുന്നു. അങ്ങനെ 4 വെർട്ടെക്സ് കവർ ചെയ്യുന്ന 3 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടി. ഇനി ഇതിൻ്റെ എല്ലാ എഡ്ജസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കേ, ഇവിടെ 6, 4, 10, 19, 13, 32. ഇവിടെ 40 കിട്ടും. ഈ എഡ്ജസ് എല്ലാം കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ ഈ 13, 6, 9, 4 ആഡ് ചെയ്തപ്പോൾ 32 കിട്ടി. ഇവിടെ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 40 കിട്ടി. ഇവിടെ 28 കിട്ടി. ഏത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്? ഇതായിരിക്കും എടുക്കുന്നത്. മിനിമം കോസ്റ്റിൽ ട്രാവൽ ചെയ്യുന്നതല്ലേ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് വെച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് n-1 ഫാക്ടോറിയൽ ബൈ 2 ആണ്. എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് വരച്ച് നോക്കാം. ഒരു വലിയ ഫിഗർ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫിഗറിനകത്തുനിന്ന് എത്ര ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടുമെന്ന് ആദ്യം നോക്കണം. എന്നിട്ട് ഓരോ സർക്യൂട്ടും വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ഏറ്റവും കോസ്റ്റ് കുറവ് എവിടെ കിട്ടുന്നോ അതായിരിക്കും എടുക്കേണ്ടത്. ഓക്കെ,
ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ഇവിടെയും കുറേ വേർട്ടെക്സ് തന്നിട്ടുണ്ട്, എഡ്ജസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ആദ്യം ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് കണ്ടുപിടിക്കുക. എത്ര എണ്ണം വരും? 1 2 3 മൊത്തം 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 - 1/2 6 ഫാക്ടോറിയൽ ബൈ 2. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും മിനിമം വരുന്ന കോസ്റ്റ് വരുന്ന സർക്യൂട്ട് ഏതാണോ അതെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു സെയിം ഫിഗർ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഞാൻ ഇതിവിടെ വരച്ച് അനിമേഷൻ പോലെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.